എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം PSC LD ലെവലിൽ LD സിലബസിൽ നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ക്വസ്റ്റ്യനും ആൻസറും ആണ് നോക്കുന്നത്. ഇത് ഫീമെയിൽ വാർഡൻ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്, കെയർ ടേക്കർ, ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള എക്സാം ആയിരുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ജോഡികൾ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് 1, 2, 4 എന്നിവ മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 ഇത് ഇത്രയുമാണ് ശരിയായിട്ട് വരുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെയാണ് ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികളുടേതാണ് വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദന്റെ അഭിനവ കേരളമാണ്. അപ്പം ഇത് ഇത്രയുമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിൽ PSCയുടെ ആൻസർ കീ പ്രകാരം ശരിയായിട്ട് വരുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. കാൺപൂർ കൻവർ സിംഗ്, ബീഹാർ റാണി ലക്ഷ്മിബായി, ഡൽഹി നാനാ സാഹിബ്, ഝാൻസി ബഹദൂർ ഷാ രണ്ടാമൻ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാൺപൂരില് നാനാ സാഹിബ് ആയിരുന്നു. അതുപോലെ തന്നെ ബീഹാറില് കൻവർ സിംഗ് ആണ്. അതുപോലെ ഡൽഹിയിൽ വരുന്നത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഡൽഹിയില് ഝാൻസിയില് റാണി ലക്ഷ്മിബായി ആണ് വരുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻസ് ബി ആണ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അപ്പൊ ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇതെല്ലാം ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്തത്, ചൈനയെ ആധുനീകരിക്കാൻ സൻ യാത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഏതാണ് ചൈനയെ ആധുനീകരിക്കാൻ സൻ യാത് സെൻ മുന്നോട്ട് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 5C ആണ്. ആദ്യം വരുന്നത് 2 ആണ്, ബോസ്റ്റൺ ടീ പാർട്ടി ആണ്. പിന്നീട് വരുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. പിന്നീട് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. പിന്നീടാണ് പാരീസ് ഉടമ്പടി വരുന്നത്. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് ഉത്തരാഖണ്ഡിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ശൈത്യകാലത്തിന് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് ഏതൊക്കെയാണുള്ളത്? ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയയാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ബിയും സിയും ശരിയാണ്.
ഇതിൽ ഓപ്ഷൻ എ, ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ് എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ജലപാത 1 ആണോ, ജലപാത 2 ആണോ, ജലപാത 3 ആണോ? ഇവ ഏതുമല്ല. ഇതിനകത്ത് ഏതാണ് വരുന്നത്? ജലപാത 3 കൊല്ലം കോട്ടപ്പുറമാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത എന്ന് പറയുന്നത് ദേശീയ ജലപാത 3 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? കണ്ടൽ വനങ്ങൾ ഇല്ലാത്ത ജില്ലകൾ ഏത്? പാലക്കാടും ഇടുക്കിയുമാണ് കണ്ടൽ വനങ്ങൾ ഇല്ലാത്ത ജില്ലകൾ. പാലക്കാടും ഇടുക്കിയും. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായിട്ട് സംയോജിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഉദാരവൽക്കരണം എന്നാണ് പറയുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് PC മഹലനോബിസിൻ മോഡലിനെ ആസ്പദമാക്കിയാണ് ഉള്ളത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? PC മഹലനോബിസിന്റെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന് ആരുടെ ആയിരുന്നു? ഹരോൾഡ് ഡോബറിനെ ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ന്യൂഡൽഹിയാണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ന്യൂഡൽഹിയാണ്. അടുത്തത് മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? പെട്രോളിയമാണ്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? സെബിയാണ്. ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർ പ്രോജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. എന്തിന്റെയാണ്? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച ഏത് കേസിലാണ്? ഏതാണ്? ഗോലഖ്നാഥ് കേസാണോ? മിനർവ മിൽ കേസാണോ? കേശവാനന്ദ ഭാരതി കേസാണോ? ബീരുബാരി കേസിലാണോ? കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ആരാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദ്ധതി? ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദ്ധതി ഏതാണ്? പദവിയാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ബൈകാമറൽ ലെജിസ്ലേച്ചർ നിലവിലുള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥ യുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിൽ ആണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്നുള്ളതാണ്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഉള്ളത്? CISF-നാണ് ഉള്ളത്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏതാണ്? നവജീവനാണ്. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? 22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇനി അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നത് ഏത് പ്രസ്താവനയുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു?
സമത്വ സമാജമാണോ, ആത്മവിദ്യാസംഘമാണോ, അരയ സമാജമാണോ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണോ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഗാന്ധിജിയും അരാജകത്വവും, ചേറ്റൂർ ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്തുവാനും പിരിച്ചെടുക്കുവാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243H പ്രകാരമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ആരോഗ്യ കിരണം പദ്ധതിയാണ്. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ? ശരിയായ ജോഡികൾ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ജോഡി? നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കാണുന്ന ലോഹം? ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ലോക ആരോഗ്യ ദിനത്തിന്റെ തീം, 2024 തീം എന്ന് പറയുന്നത് എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ് തീം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏത്? എംഫിസീമ ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, ഹിമോഫീലിയ ഉണ്ട്, സിക്കിൾ സെൽ അനീമിയ ഉണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്? എംഫിസീമയും ഫാറ്റി ലിവറുമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി ഡിസീസ് ആണ് ഹീമോഫീലിയ, ജനിതക രോഗമാണത് ഹീമോഫീലിയൊക്കെ, സിക്കിൾ സെൽ അനീമിയ. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായിട്ട് 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വായു മലിനീകരണം PSPI എന്നുള്ളതാണ്, PS6 എന്നുള്ളതാണ്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് W = P/T എന്നുള്ളതാണ്. അതായത് പവർ = വർക്ക് ബൈ ടൈം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പ്രവൃത്തി വർക്ക് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ അമേരിക്കയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ഒരുമിച്ച്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതാളിനെയാണ്. ആനഡൈസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനായാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയത്തിനകത്താണ്. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറേറ്റ് നാശത്തിന് വിധേയമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ pH < 5.5 ആണ്. ആവർത്തനിക പട്ടികയിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. ഇത് ശരിയാണ് അല്ലെ? മെറ്റൽസ് എല്ലാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡില് നോൺ മെറ്റൽസും ആണ്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. അടുത്തത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു.
അപ്പം മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. O2, O3, O4 എന്നിവയാണ്. O3 എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ ആണ് O3 എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏത്? അലോഹമാണ്. ലിക്വിഡ് മെറ്റൽ, ലോഹം ചോദിച്ചാൽ മെർക്കുറി വരും. അലോഹം നോൺ മെറ്റൽ എന്ന് പറയുന്നത് ബ്രോമിൻ ആണ്. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കൊടിയേറ്റം എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത പര്യടനം സാഹിത്യ വിമർശനമാണ്. ഭാരത പര്യടനം. പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പമ്പയിലാണ്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? പ്രഭാ വർമ്മയ്ക്കാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണെന്നാണ് ചോദിച്ചത്. ഹിമപ്പുലിയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണിത് എന്ന് ചോദിച്ചിരിക്കുന്നു. കുമാരനാശാനാണ് ആൻസർ ആയിരുന്നു വരുന്നത്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക് OS എന്നാണ്. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് യാഹു, ആസ്ക്, ബിങ്, സഫാരി എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ സഫാരി ആണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. ക്രോമിന്റെ പൂർണ്ണ രൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് 2008 താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചെലവ്, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്, നൺ ഓഫ് ദീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി ആണ് തെറ്റായത്. കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിശോധനയ്ക്കുള്ള അവകാശം, വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുകളും ഉൾപ്പെടെയുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തൽ, മേൽപ്പറഞ്ഞവയെല്ലാം. ഇതിന്റെ ആൻസർ ബി ആണ്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വകുപ്പുകളാണുള്ളത്? 46. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെ നമുക്ക് കുട്ടി എന്ന് പറയാം. 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ്? 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത്? ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീ BS മാവൂജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് ആണ്. അത് ആൻസർ മാത്രം പറഞ്ഞു പോകാം. 10 ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക 72ന്റെ ആൻസർ ആയിട്ട് വരുന്നത് 165. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 106. 12 ഭുജങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 150 ആണ്. ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8√2 ആണ്. ഒരു വൃത്തത്തിന്റെ വ്യാസം ഒരറ്റം 1, 4, വൃത്തകേന്ദ്രം 3, -4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏവ?
അതാണ് ആൻസർ വരുന്നത് 5 - 12. ഒരു വർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 2/7 ആണ്. ഒരു സംഖ്യയുടെയും അതിന്റെ വിൽക്കമത്തിന്റെയും തുക 6 സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 79ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇത് 81 വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് 81ന്റെ ആൻസർ. Find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. ഇതിന്റെ ഒറ്റ പദമാണ് ഇൻഹിബിഷൻ ആണ്. Fill in the blank in the given below sentence. Neither of them dash me. Neither of them എന്താണ് ഇവിടെ വരുന്നത്? Loves me. Changes into indirect speech. Alas, my uncle met with an accident, he said. He cried out that his uncle had met with an accident. Option B ആണ്. Change the following sentence into superlative degree. Light travel faster than anything else. 85ന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. Of all things in the world, light travels the fastest. The burglar jumped at the compound wall. 86ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓവർ ആണ്. ജംപ്ഡ് ഓവർ. 87ന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. 88 കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ്. എന്താണ്? ഓൺ ദ വേ വി സാ എ one-eyed beggar. What is the expansion and meaning of the abbreviation given below? AM. AM എന്ന് പറയുന്നതിന്റെ അബ്രിവേഷൻ എന്താണ്? ബി ആണ്. ആന്റി മെറിഡിയം ബിഫോർ മെഡ് എന്നുള്ളതാണ്. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഫോർ ദ വേർഡ് ഫ്യൂഡ്. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ക്വാറൽ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മാവ് എന്ന പദത്തിന്റെ പര്യായം ശബ്ദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാരകമാണ് ഇതിന്റെ പര്യായം അല്ലാത്തതായി വരുന്നത്. വരകം. ശരിയായ പദം കണ്ടെത്തുക. കവിയത്രി, കവിയിത്രി, കവായിത്രി, കവയിത്രി. ഇതിനകത്ത് ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവയിത്രിയാണ്. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. വിദുഷി. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏതാണ്? ഇവിടെ അരയാലാണ്. ഒറ്റപ്പദം അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ജിജ്ഞാസയാണ്. വിപരീത ശബ്ദം. സ്വകീയം എന്ന് പറയുമ്പം അതിന്റെ വിപരീത ശബ്ദമായിട്ട് വരുന്നത് പരകീയമാണ്. പിരിച്ചെഴുതുക. പടക്കളം. അതിന്റെ ആൻസർ പട അധികം കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. മറ്റു ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റ് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. ഇതിന്റെ ആൻസർ ഇതാണ്. ഗത്യന്തരമില്ലാതെ ബി ആണ് ആൻസർ. ചേർത്തെഴുതുക. നല്ല അധികം നൂല് എന്ത് വരും? നന്നൂല് എന്ന് വരും. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ PSC എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കും റെയിൽവേ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.